എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും നല്ല മഴ പെയ്യുകയാണ്, ശക്തമായ മഴയാണ്. തൃപ്പൂണിത്തുറയിൽ വീടുകളിലൊക്കെ വെള്ളം കയറി. തൃപ്പൂണിത്തുറ ഇടംപാടത്ത് വെള്ളം കയറിയെന്ന് ആൻമരിയ സണ്ണി റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ വെള്ളം കയറിയ സ്ഥലത്ത് ആൻമരിയ സണ്ണിയുണ്ട്. ആൻമരിയ, എങ്ങനെയാണ് കാര്യങ്ങൾ? എസ്കേൻ, അല്പം ദുരവസ്ഥയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഇടംപാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 20 കുടുംബങ്ങളുണ്ട്. അതിൽ ഏകദേശം ഇപ്പോൾ നിലവിൽ ഒരു 8ഓളം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയിലാണ് ഇത്തരത്തിൽ വെള്ളം കയറി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആദ്യമുള്ള ഒരു വീട്ടിൽ, അതായത് റോഡിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ്. ഇത് റോഡിൽ നിന്നും അല്പം ഇറങ്ങിയാണ് ഈ പ്രദേശമുള്ളത്. അപ്പോൾ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇട്ടിരുന്നു. അത് കോൺക്രീറ്റ് അടയ്ക്കുകയും തുടർന്ന് കോടതിയുടെ ഇടപെടലോടൊക്കെയാണ് അത് തുറന്നു കൊടുക്കുകയും ചെയ്തതാണ്. അത് വീണ്ടും അടച്ചതാണ് ഈ രീതിയിൽ ഒരു വെള്ളം കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഈ പ്രദേശങ്ങളിലുണ്ട്, വീട്ടുകളിലുള്ള ആളുകളുമുണ്ട്. ഈ വീടുകളിൽ നിന്നുമൊക്കെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക് മാറ്റി രാത്രിയിലൊക്കെ അവർ ഈ മുകളിലായിട്ടൊക്കെയാണ് ഉറങ്ങിയത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലൊരു ചേട്ടാ, എപ്പോഴത്തേക്കോ വെള്ളം കയറി തുടങ്ങിയത്? രാത്രി ആയപ്പോഴത്തേക്ക് ആ മഴ പെയ്തപ്പോൾ തുടങ്ങി വെള്ളം അടിച്ചു കയറി. ഇത് മെയിനായിട്ടുള്ള കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് ഇവിടെ പൈപ്പ് ഇട്ടേക്കുന്നതാണ്. തെക്കേ അറ്റത്ത് സുഖമായിട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് ആരോ വന്നിട്ട് ആ പൈപ്പ് അടച്ചു കളഞ്ഞു. അതിനുശേഷം വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് കയറിയത്. ഇത് നഗരസഭയോടൊന്നും പറഞ്ഞിട്ടില്ല? ഇത്ര നഗരസഭ ഒരുപാട് ലെറ്റർ കൊടുത്തു. നഗരസഭ ഈ കേസിലെ പ്രതിയും കൂടിയാണ്, അത് ചെയ്യണില്ല. നഗരസഭ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചെയ്യണില്ല, ഇങ്ങോട്ട് വരാറ് പോലും ഇല്ല കൗൺസിലർ ഇവരാരും. അതിന് മുമ്പുള്ള കൗൺസിലൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ തന്നെ അന്വേഷണം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്ന ആൾക്കാർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒന്നും ചെയ്യണമില്ല. ഈ വീട്ടിലിപ്പോൾ എത്ര? ഇപ്പം ഞങ്ങളിപ്പോൾ 4 പേരുണ്ട് ഇവിടെ. ഇപ്പം മുകളിലേക്ക് മാറ്റി. കാരണം താഴെ മുഴുവൻ വെള്ളമായതുകൊണ്ട്. മാത്രമല്ല ഇത് ഈ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഏറ്റവും നമുക്ക് പേടി. അത് ചുറ്റുപാട് മുഴുവൻ ക്ലീൻ ആക്കാത്തതുകൊണ്ട് പാമ്പിൻ്റെ ശല്യം ഇവിടെ കൂടുതലല്ല. അപ്പോൾ അതുകൊണ്ടാണ് മുകളിലേക്ക് മാറിയിരിക്കുക. എസ്കേൻ, ഇത് ഒരു വീടാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലും ദയനീയമാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലേക്കൊരു റോഡുണ്ട്, ഒരു ചെറിയ ഇടവഴിയാണ്. ആ ഇടവഴിയാണ് മറ്റു വീടുകളിലേക്ക് പോകുന്നത്. ഞാൻ ആ ഭാഗം കൂടി ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഈ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നഗരസഭയുടെ, ആ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഒരു വീട്ടിലേക്ക് പോകുന്ന, അതായത് ഇതിന്റെ പുറകിലേക്കുള്ള വീടുകളിലേക്ക് പോകുന്ന വഴിയാണ്. എസ്കേ, ഞാൻ ഇതിന്റെ മുൻപേ ഒന്ന് നടന്ന് കാണിച്ചു തരാം. ക്യാമറയ്ക്ക് മുൻപിൽ ഒന്ന് നടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത്രത്തോളമാണ് വെള്ളമുള്ളത്. നിലവിൽ ഞാൻ നിൽക്കുന്ന ഭാഗം വരെയാണ് എങ്കിൽ ഇത്രത്തോളം വെള്ളമുണ്ട്. ഇതിന്റെ പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊന്ന് ലോങ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ആ ചേട്ടൻ്റെയൊക്കെ മുട്ടപ്പമാണ് വെള്ളമുള്ളത്. അപ്പോൾ ഒരു ചെറിയ കുട്ടികളൊക്കെയുള്ള വീടുകളുണ്ട് ഇതിന്റെ പുറകിലേക്കൊക്കെ. ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന വഴികളാണിത്. ഈ വഴിയൊന്നും പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അത് മാത്രമല്ല ഈ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പല ഭാഗങ്ങളിലും അടഞ്ഞു കിടക്കുന്നത് കൊണ്ട്, അത്തരത്തിലുള്ള വെള്ളം കൂടി ആയതുകൊണ്ട് ഈ മറ്റു രോഗങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പലതും നമുക്ക് കാണാൻ പോലും കഴിയില്ല. എന്തെങ്കിലും കുഴിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വീടുകളിലെയൊക്കെ അടുക്കളയിൽ നിന്നുൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് പലരും അടച്ച് മറ്റു വീടുകളിലേക്കൊക്കെ പോയത് കണ്ടോ? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുറകിലുള്ള ഒരു വീടാണ്. ആ വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് ആൾതാമസമുള്ള വീടാണ്. ഈ വീട്ടിലേക്ക് കയറിയിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പല വീടുകളിലും രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ ഈ തൊട്ടടുത്തുണ്ടായിരുന്ന വീടുകളിലേക്ക് ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട്. പലരും എങ്ങോട്ടേക്കും പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. നമുക്ക് ഈ കുറച്ചിപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഇവിടേക്ക് ആളുകൾ പ്രതിഷേധമായിട്ടാണ് ആളുകൾ എത്തി തുടങ്ങിയിരിക്കുന്നത്. ഈ കുടുംബങ്ങളുടെ പ്രതിഷേധമാണ്. കാരണം കാലങ്ങളായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും നടത്തി തരുന്നില്ല എന്ന് പറയുന്നു. ഇതിനു മുമ്പും ഹൈക്കോടതി പൈപ്പ് ഇട്ടതിന് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ പൈപ്പ് അടച്ചു വെച്ചിരിക്കുക. ഒരു പ്രൈവറ്റുകാരൻ ആ വെള്ളം പോണ വഴി പൈപ്പ് ഇട്ടത്. എത്ര വീടുകളുണ്ട് ഇവിടെ? 22ഓളം വീടുകൾ ഉണ്ട്. ഇത്രയും വെള്ളം മഴ ഇനി ശക്തമായി ഇനി മുങ്ങി തുടങ്ങൂടെ? അതെ, കാണിച്ചു തരാം. ഇതെന്റെ വീടാ. അതെ, ഞാൻ ആദ്യം കാണിച്ച ആ വീടാണ് ഈ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. എസ്കേൻ, സത്യം പറയാമല്ലോ, അല്പം ദുരവസ്ഥയാണ്. നമുക്ക് പോലും കടന്നു പോകാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ മുട്ടപ്പം വെള്ളമുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മോട്ടറാണ് ഈ കാണുന്നത്. ഈ മോട്ടറൊക്കെ മുങ്ങി ഇതൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ഇനി ഇവർ ഇതിനകത്ത് ഒരു തെന്നുന്നുമുണ്ട്. അതുകൊണ്ട് വീഴാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് സാധനങ്ങളെല്ലാം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഈ രീതിയിലുള്ള അവസ്ഥ ഉണ്ടായപ്പോൾ ഇവിടെ ആളുകളുടെ ശക്തമായിട്ട്
ശക്തമായിട്ടുള്ള ഇടപെടൽ മൂലവും പരാതികളൊക്കെ നൽകിയതിനു ശേഷം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ഈ പൈപ്പ് തുറന്നു വിടണം എന്നുള്ള കാര്യം, ആ പൈപ്പ് തുറന്നു വിട്ടാൽ മാത്രമാണ് വെള്ളം പോകുകയുള്ളൂ. കാരണം റോഡിനോട് അല്പം താഴ്ന്ന ഒരു പ്രദേശമാണ് ഇത്. അതുകൊണ്ട് ഈ വെള്ളം കയറാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇതാണ് അവസ്ഥ. വീടിനുള്ളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറിയിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വെള്ളത്തിൽ കിടക്കുന്നതും മരുന്നുകൾ ഉൾപ്പെടെ ഇരിക്കുന്നതും ഒക്കെ നമുക്കിതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഈ രീതിയിൽ അത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല പലയിടങ്ങളിലും നിലവിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യം അത് തൃപ്പൂണിത്തുറയിലാണ്. BJP ഭരിക്കുന്ന നഗരസഭയാണ്. ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായേ തീരൂ. കാരണം ഇത് ഈ ഇടമ്പാടത്ത് വെള്ളം കയറുന്ന കുറിച്ച് വെച്ചാൽ തൃപ്പൂണിത്തുറയിലാണ് ഇടമ്പാടം. അവിടെ അത്യാവശ്യം വീടുകളിലൊക്കെ വെള്ളം കയറി എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.